നമുക്ക് ഇന്നൊരു കഥ കേട്ടാലോ? ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് അഹങ്കാരം ആപത്ത്. സാമാന്യം വലിയൊരു തറവാടായിരുന്നു അത്. അവിടെ 2 പൂവൻകോഴികളും കുറെ പെടക്കോഴികളും ഉണ്ടായിരുന്നു. പൂവൻകോഴിയിൽ ഒരാൾ അഹങ്കാരിയും ധിക്കാരിയുമാണ്. മറ്റുള്ള കോഴികളെ ഉപചരിക്കുന്നതായിരുന്നു അവന്റെ വിനോദം. മറ്റുള്ള കോഴികൾ ചപ്പിലകൾ ചകിഞ്ഞു മാറ്റുമ്പോൾ അവിടെണ്ണവനെത്തും. എല്ലാം അവൻ കുത്തി തിന്നും. അങ്ങനെ മറ്റുള്ളവർ അധ്വാനിക്കുന്നത് കവർന്നു തിന്നുക അവൻ ശീലമാക്കി. വയർക്കാതെ തിന്ന അഹങ്കാരിയായ ആ പൂവൻകോഴി തടിച്ചു കുരുത്തു. എല്ലാ കോഴികളും അവനെ ഭയന്നു. വലിയ പൂവൻകോഴി ചെറിയ പൂവൻകോഴിയോട് ഒരു ദിവസം പറഞ്ഞു, ഈ പെടക്കോഴികളെയും കുഞ്ഞുങ്ങളെയും ഭരിക്കാനുള്ള അവകാശം എനിക്കാണ്. നീ ഇതിലിടപെട്ടാൽ ഒറ്റക്കൊത്തിന് ഞാൻ നിന്നെ കൊല്ലും. ചെറിയ പൂവൻകോഴി പറഞ്ഞു, നീ പറയുന്നത് ധിക്കാരമാണ്. ഭരണം പിടിച്ചു വാങ്ങാനുള്ളതല്ല. മറ്റുള്ളവരുടെ അധ്വാനം കൊണ്ട് വയറ് നിറയ്ക്കുന്നതും നല്ലതല്ല. വലിയ പൂവൻകോഴിക്ക് ഈ വാക്കുകൾ ഇഷ്ടമായില്ല. ചെറിയ പൂവനെ കൊത്താൻ ഓടിച്ചു. ചെറിയ പൂവൻ ജീവനും കൊണ്ട് ഓടി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ചെറിയ പൂവൻ തളർന്നു. അവൻ വീണു. വലിയ പൂവൻ ചെറിയ പൂവനെ ആഞ്ഞു കുത്തി. ചെറിയ പൂവൻ തളർന്നു. രക്തമൊഴുകി. അവൻ വീണു. വിജയാരവത്തോടെ വലിയ പൂവൻകോഴി പുറത്തു കയറി നിന്നു. അഹങ്കാരത്തോടെ ഞാനാണ് എല്ലാവരെക്കാരും വലിയവൻ എന്ന ഭാവത്തിൽ ചിറകടിച്ചു കോവി. പെട്ടെന്ന് അത് സംഭവിച്ചു. ഒരു കഴുകൻ താണു പറന്നു വന്ന് പുറത്തു നിൽക്കുന്ന പൂവൻകോഴിയെ റാഞ്ചിക്കൊണ്ട് പറന്നു പോയി. മറ്റു കോഴികൾ ഇത് കണ്ടു വിളിച്ചു. കഴുകന്റെ കൂർത്ത നഖങ്ങളിൽ ഇടയിൽ വിരിയുന്ന പൂവൻകോഴിക്ക് ഒരു കാര്യം മനസ്സിലായി. ആരും ആരെക്കാരും വലുതല്ല. അഹങ്കാരം ആപത്താണ്. കൂട്ടുകാരെ, ഈ കഥയിൽ ലഭിച്ച ഗുണപാഠം എന്താണ്? അഹങ്കാരം ആപത്താണ്. താങ്ക് യു.